Praise the Lord. Thank you, Jesus. Amen. Hallelujah. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രകാരം ഫേസ്ബുക്ക് ക്രോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളുമായി ഒരുമിച്ച് എനിക്ക് ഒരു പ്രാവശ്യം കൂടി ആമേൻ ദൈവത്തിൻ്റെ വചനം ആമേൻ പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അഡ്മിനായിരിക്കുന്ന പ്രിയദാസിയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവപ്രകാരം അവസരം തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എത്ര വിശ്വസ്തൻ, നമ്മളെ ആമേൻ വിശ്വസ്തൻ എണ്ണി നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സൃഷ്ടിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആമേൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ആമേൻ പകൽക്കാലം ഈ വൈകിയ വേളയിൽ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി. ആമേൻ ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം കാണുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ആമേൻ ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് അവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. നമുക്ക് അറിയാം, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. ആമേൻ നമുക്കറിയാം. ആമേൻ ഹല്ലേലൂയ. എൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് യോഹന്നാൻ തന്നെയാണ്. ആമേൻ ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ ആമേൻ ഹല്ലേലൂയ. ലോകത്തിൽ അനേക മഹൽ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആമേൻ ഈ സമയം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആമേൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ ഹല്ലേലൂയ. അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ആമേൻ പലർക്കും നമുക്ക് ലോകത്തിൽ നോക്കിയാൽ പലരും നമുക്ക് അപ്പോഴുള്ള സമാധാനങ്ങൾ നമുക്ക് തരുവാൻ കഴിയും. ആമേൻ എന്നാൽ ആമേൻ നിത്യമായി നിലനിൽക്കുന്ന ഒരു സമാധാനം തരുവാൻ കഴിവുള്ള ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആമേൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് ആമേൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ ലോകത്തിന്റെ പോക്ക്. ആമേൻ എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവം ആമേൻ കൂടെയുണ്ടെങ്കിൽ ആമേൻ നമ്മുടെ സമാധാനത്തിന്റെ പ്രഭു, അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ് ആമേൻ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ആ സമാധാനത്തിന്റെ പ്രഭു നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആമേൻ ഹല്ലേലൂയ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആമേൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആമേൻ യേശു നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് നിത്യമായി നിലനിൽക്കുന്ന സമാധാനമാണ്. ആമേൻ ഹല്ലേലൂയ. മറ്റുള്ളവർ നമുക്ക് ആമേൻ തരുന്ന സമാധാനം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അത് ആമേൻ നൈമാഷികമെന്ന് ആമേൻ നമുക്ക് ആമേൻ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അത് കുറച്ച് സമയം മാത്രം നിലനിൽക്കുന്നതാ. ആമേൻ എന്നാൽ ഇന്ന് ആമേൻ ഈ വൈകിയ വേളയിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് അത് നിത്യ സമാധാനമാ. ആമേൻ അത് തരാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രമേ ഇന്ന് ലോകത്തിലുള്ളൂ. ആമേൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ ഹല്ലേലൂയ. സമാധാനം കൊണ്ട് നമ്മുടെ ഉള്ളു ഫില്ലായാൽ പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്ന സമാധാനം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ നിത്യത വരെ നിലനിൽക്കുന്ന സമാധാനമാ. ആമേൻ മനുഷ്യർ തരുന്ന സമാധാനത്തിന് ആമേൻ വ്യവസ്ഥകളുണ്ട്. ആമേൻ എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ ഞാൻ പറയാം പ്രിയമുള്ളവരെ, ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ആമേൻ നിലനിൽക്കുന്ന സമാധാനമാ. ആമേൻ ഹല്ലേലൂയ നിത്യത വരെ നമ്മുടെ കൂടെ പോരുന്ന സമാധാനമാ. ആമേൻ ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് അത് ആമേൻ തട്ടിക്കളയാൻ കഴിയത്തില്ല, മറ്റുള്ളവർക്ക് അത് മാറ്റിക്കളയാൻ കഴിയത്തില്ല. ആമേൻ ഈ സമാധാനം എന്ന് പറയുന്നത് ആമേൻ നമ്മളെ ആമേൻ ഹല്ലേലൂയ ബലപ്പെടുത്തുന്നതാ. ആമേൻ അവിടെ വീണ്ടും കാണുന്നു, ആമേൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് അവിടെ പറയുവാൻ തക്കണിടയായിത്തീരുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം ഞാൻ പറയട്ടെ, ആമേൻ കർത്താവിനറിയാം നമ്മുടെ ഹൃദയം എപ്രകാരമുള്ളതാണെന്ന്. ആമേൻ പല വിഷയങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൊണ്ട് ആമേൻ പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയുവാനിടയായിത്തീരുന്നു. ആമേൻ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നതാ പ്രയാസങ്ങള്, പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, പ്രതികൂല
സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് കർത്താവിന് മുന്നമേ അറിയാം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് ആമേൻ വൈകിയ വേളയിൽ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്നവരോട് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പൻ, ആമേൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. അതുകൊണ്ടാ ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സമാധാനം കരുവാൻ കഴിവുള്ളൊരു ആമേൻ ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ ഹല്ലേലൂയ. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആമേൻ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന ആമേൻ പല വിഷയങ്ങളും ആമേൻ പല വ്യക്തി ജീവിതങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സമാധാനം തരുവാൻ, ആമേൻ നിത്യമായൊരു സമാധാനം തരുവാൻ, നിത്യമായൊരു സന്തോഷം തരുവാൻ ആമേൻ ഹല്ലേലൂയ കഴിവുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ആമേൻ ഇന്ന് പകൽക്കാലം എനിക്ക് വിളിച്ചു പറയുന്ന ലജ്ജയില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സാധ്യതകളെ സാധ്യമാക്കുന്നതാണ് ആ ദൈവമെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനം തരുവാൻ തക്കവണ്ണം യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഏത് വിഷയത്തിലെ സമാധാനമില്ലാതിരിക്കുന്നെന്ന് ആമേൻ ഇന്ന് പകൽക്കാലം നിനക്ക് പറയാൻ കഴിയുമോ കർത്താവിനോട്? ആമേൻ. കർത്താവിനോട് പറഞ്ഞാൽ ആമേൻ അതിന് നീക്കുപോക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് മറ്റുള്ളവരോട് പലപ്പോഴും പറയാൻ കഴിയും, ആമേൻ ഇന്ന വിഷയത്തിൽ എനിക്ക് സമാധാനമില്ലെന്ന് പറയുവാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, അവർക്ക് സമാധാനം തരുന്നതിന് പരിധികളുണ്ടെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം ഹല്ലേലൂയ പരിധികളില്ലാതെ ആമേൻ ഹല്ലേലൂയ സമാധാനം തരുവാൻ, ആമേൻ നമ്മുടെ ഉള്ളിൽ സമാധാനം തരുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഇന്ന് ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ. അവനിൽ വിശ്വസിച്ചാൽ, ആമേൻ അവനിൽ വിശ്വസിച്ചാൽ ആമേൻ ഹല്ലേലൂയ അവൻ നമ്മളെ ആമേൻ ഹല്ലേലൂയ കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ശക്തനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയ കർത്താവ് പ്രവർത്തിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഈ ലൈവിലൂടെ കേൾക്കുന്ന ആമേൻ ആരെങ്കിലും സമാധാനമില്ലാതെ മുൻപോട്ട് കടന്നു പോകുന്നെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം പ്രിയമുള്ളവരെ, ആമേൻ സമാധാനം തരുവാൻ ആമേൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാ. ആമേൻ നിന്റെ സമാധാനം ആമേൻ ഹല്ലേലൂയ ലോകം തരുന്നത് പോലെ അല്ല. ആമേൻ ഹല്ലേലൂയ. കർത്താവ് തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ ആമേൻ നമ്മുടെ മനസ്സിനെ ആമേനെ പ്രകാരം അവൻ ആ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ആ സമാധാനത്തിന് ഒരു സ്ഥിരതയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ സ്ഥിരതയുള്ളതാ മറ്റുള്ള ലോകം തരുന്ന സമാധാനം എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ കർത്താവിൽ വിശ്വസിച്ചാൽ, ആമേൻ കർത്താവിന് വേണ്ടി നമ്മൾ നിലനിന്നാൽ ആമേൻ കർത്താവ് നമ്മളെ മാനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ലോകത്തിൽ നോക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവർ അനേക വ്യക്തി ജീവിതങ്ങൾ ആമേൻ ഇന്നത്തെ തലമുറകളിലേക്കൊക്കെ നോക്കുമ്പോൾ ആമേൻ പല ഭവനങ്ങളിൽ സമാധാനമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഈ കർത്താവിൽ ആശ്രയിച്ച ഒരു വ്യക്തി ജീവിതങ്ങൾ പോലും ആമേൻ ഇന്ന് ആമേൻ ഹല്ലേലൂയ ഞാൻ പറയാം അവർ സമാധാനത്തിന്റെ ആമേൻ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവർ ആ സമാധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ പ്രിയമുള്ളവരെ ലോകത്തിലുള്ള ആമേൻ ഹല്ലേലൂയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആ സമാധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമാധാനത്തിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ആമേൻ നമുക്ക് കഴിയും. ആമേൻ അത് കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകതയാ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ആമേൻ ആമേൻ ഒരിക്കലും അവൻ നമ്മളെ കൈവിടത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഏത് പ്രതികൂലങ്ങൾ വരട്ടെ, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരട്ടെ, ആമേൻ ഏത് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരട്ടെ, അവിടെയെല്ലാം കർത്താവ് നമ്മളോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ കർത്താവ് നമ്മുടെ മുമ്പിൽ നടക്കുവാൻ ഇടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ ആമേൻ അവർക്ക് മുൻപോട്ട് പോകാൻ വഴിയില്ലാതെ വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആമേൻ ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേര സമയം ഞാൻ പറയട്ടെ, ആമേൻ നീ വഴിയില്ലാതെ ആമേൻ നീ വേദനയോടെ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം പ്രിയമുള്ളവരെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്ക്. ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്ക്. അത് നിനക്ക് ദൈവം ആമേൻ നീതിയായി കണക്കിട്ട് നിന്നെ ആമേൻ അക്കരെ എത്തിപ്പാൻ കഴിവുള്ളവനാ ദൈവമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ ഹല്ലേലൂയ. ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നല്ല ആമേൻ ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിൽ കടന്നു പോയാലും നമ്മളെ കരം പിടിച്ച് അക്കരെ എത്തിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ.
ആമേൻ അവനിൽ വിശ്വസിച്ചാൽ ആമേൻ ആമേൻ നമുക്ക് നിത്യജീവനുണ്ട്. ആമേൻ ഹാലേലൂയ. നമുക്ക് നിത്യജീവൻ ആവശ്യമാണെങ്കിൽ ആമേൻ കർത്താവിനോട് പറ, കർത്താവ് ഈ നിത്യജീവൻ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ആമേൻ ഹാലേലൂയ ഇന്ന് പകൽക്കാലം ആമേൻ ആ നിത്യജീവൻ ധാരാളമായി തരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. മറ്റാർക്കും കഴിയാത്തത് നമ്മുടെ ദൈവത്തിന് ചെയ്തു തരുവാൻ കഴിയും. ആമേൻ ഹാലേലൂയ. ദൈവം എത്രയോ വിശ്വസ്തന. ആമേൻ ഹാലേലൂയ. നമ്മളെ വിശ്വസ്തന എണ്ണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകൾ നമ്മൾ നിറവടിയായി ചെയ്തെടുക്കുമ്പോൾ ആമേൻ കർത്താവ് ആമേൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാ. ആമേൻ ഹാലേലൂയ. ആമേൻ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ആമേൻ നമ്മുടെ ഹൃദയം കലങ്ങി പോകുന്നതിന് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് പകൽക്കാലം കലങ്ങിയ ഹൃദയത്തോടെ ആരെങ്കിലും എന്നെ ആമേൻ ഈ ഫേസ്ബുക്ക് ലെവൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ ഹാലേലൂയ, നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ, ആമേൻ നിന്റെ കലങ്ങിയിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ, നീ നീറിയിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ, നീ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നെങ്കിലും ഇന്ന് പകൽക്കാലം ഹാലേലൂയ നിന്റെ കരം പിടിപ്പാൻ തക്കവണ്ണം ഈ കർത്താവ് ശക്തന. ആമേൻ ഹാലേലൂയ. നീ ഭാരപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിൽ കൊടുത്താൽ ആമേൻ ഹാലേലൂയ നീ ഏത് നീറിയിരിക്കുന്ന അനുഭവത്തിലായിരുന്നാലും കർത്താവ് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തന. ആമേൻ ഹാലേലൂയ. എന്ന പകൽക്കാലം ആമേൻ നമ്മൾ ആമേൻ ഹാലേലൂയ സ്തോത്ര മീഡിയകളിലൂടെയും ആമേൻ ഹാലേലൂയ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആമേൻ അനേകവര് ഭവനങ്ങളിൽ സന്തോഷമില്ല, സമാധാനമില്ലാതായിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആമേൻ പലർക്കും ആമേൻ പലതും നൽകിക്കൊടുത്ത് അവരെ ഒരു സമാധാനത്തിലേക്ക് തൽക്കാലം എത്തിക്കാൻ കഴിയും. എന്നാൽ നിത്യമായൊരു സമാധാനം നൽകിത്തരുവാൻ, നിത്യമായൊരു സന്തോഷം നൽകിത്തരുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രിയമുള്ളവരെ പറയാം, ആമേൻ കർത്താവിൽ വിശ്വസിച്ച് ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. ആമേൻ ഹാലേലൂയ. അവിടെ ആ സങ്കീർത്തനക്കാരൻ 34 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ ഹാലേ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് ആ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഹാലേലൂയ ആമേൻ ഹാലേലൂയ നമ്മൾ ആ യേശുവിന്റെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ ഹാലേലൂയ. ആമേൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ. അതുകൊണ്ടാണ് ആമേൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പറയുന്നത്. ആമേൻ പ്രഭു എന്ന് പറഞ്ഞാൽ ആരാ? ആമേൻ ഹാലേ സമാധാനത്തിന്റെ പ്രഭു എന്ന ഇവിടെ കർത്താവിനെ പറയുന്നത്. ആമേൻ ഹാലേലൂയ. ഒരു വ്യക്തിക്ക് പോലും ഇന്ന് വരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ സമാധാനത്തിന്റെ പ്രഭുവാണെന്ന്. ആമേൻ ഹാലേ ഞാൻ അത്ഭുത മന്ത്രിയാണെന്ന്, വീരനാം ദൈവമാണെന്ന്. ഇന്ന് ആമേൻ ലോകത്തിലേക്ക് നോക്കിയാൽ ഒരു വ്യക്തിക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന് അത് പറയാൻ കഴിയും. ആമേൻ അനേക കുടുംബങ്ങളിൽ നിന്ന് സമാധാനം നൽകിയ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാ. അനേക കുടുംബങ്ങളെ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ ഹാലേലൂയ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അവർക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ ഹാലേലൂയ. ആമേൻ ഹാലേലൂയ. മറ്റൊരുവിൽ രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആമേൻ ഭൂമിയുടെ മുകളിൽ നൽകിയിട്ടുള്ള ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാ. ഹാലേലൂയ. ആ നാമം നമ്മൾ ആമേൻ ഹാലേലൂയ നാമം വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ആമേൻ ഹാലേലൂയ. മറ്റുള്ളവരെന്ത് പറയട്ടെ അതല്ല നമ്മൾ നോക്കേണ്ടത്. ആമേൻ കർത്താവിൽ വിശ്വസിച്ചാൽ ആമേൻ അവൻ അത് നീതിയായി കണക്കിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. ഹാലേലൂയ. വിശ്വസിക്കുക. ആമേൻ ഹാലേ ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹാലേലൂയ. അവിടെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ആമേൻ ഹാലേലൂയ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആമേൻ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആമേൻ ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹാലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ് കടന്നുപോയത്. ആമേൻ ഹാലേലൂയ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോകുന്നു. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ഈ വൈകിയ വേളയിൽ ഞാൻ പറയട്ടെ, ആമേൻ ഹാലേലൂയ കർത്താവ് ആമേൻ എത്രയോ വിശ്വസ്തന. ആമേൻ നമ്മൾ കലങ്ങിയിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ആമേൻ പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുമെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുമെന്ന്. ആമേൻ ഹാലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ ഹാലേലൂയ. കർത്താവിന്റെ സമാധാനം നമ്മൾക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് ആ സമാധാനം
പ്രാർത്ഥന നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആമേൻ ഹാലലൂയ നമ്മുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാ. ആമേൻ പലപ്പോഴും നമുക്കത് കഴിയാറുണ്ടോ? ഇന്ന് പകൽക്കാലം ആമേൻ ഹാലലൂയ നമ്മൾ ആശ്രയിക്കുന്നത് ആരിലാണ്? ആമേൻ കർത്താവായ യേശുവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആമേൻ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ ദൈവം. ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ കർത്താവ്. ആമേൻ അസാധ്യതകളെ സാധ്യമാക്കുന്നതാ ദൈവം. ആമേൻ ഹാലലൂയ സാധ്യതകളെ നോക്കിയിട്ട് ആമേൻ ഇന്ന് പകൽക്കാലം ഹാലലൂയ അതിനോട് പറയാൻ കഴിയണം, ആമേൻ എൻ്റെ കർത്താവ് വലിയവനാ, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പകൽക്കാലം പറയാൻ കഴിഞ്ഞാൽ ആമേൻ ഹാലലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ. നമുക്കറിയാം യെശയ്യാവിന്റെ പുസ്തകം 45 അധ്യായത്തിൽ 5 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ആമേൻ ഹാലലൂയ ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാൻ യഹോവയാകുന്നു മറ്റൊരുവനുമില്ല എന്നവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ ഹാലലൂയ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല, ഞാൻ യഹോവയാകുന്നു മറ്റൊരുവനുമില്ലെന്ന് അവിടെ പറയുന്നത്. ആമേൻ ഹാലലൂയ ഇത്രമാത്രം നമുക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും കഴിവുള്ള ആമേൻ ഹാലലൂയ നമുക്ക് കഴിയുന്ന ആമേൻ ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ അവനിൽ വിശ്വസിച്ച് ആമേൻ ഹാലലൂയ അവനൊപ്പം നടന്നാൽ ആമേൻ അവനോടൊപ്പം കൂടെ പോയാൽ കർത്താവ് നമ്മളെ കൈവിടുന്നവനല്ല, ആമേൻ നമ്മളെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. ആമേൻ ഹാലലൂയ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നതിനും ആമേൻ നമ്മളെ കരുതുന്നതിനും ആമേൻ നമ്മളെ കൊണ്ടു നടക്കുന്നതിനൊക്കെ പരിധികളുണ്ടെങ്കിൽ ആമേൻ ഹാലലൂയ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആമേൻ പരിധികളില്ലാതെ സ്നേഹിക്കുന്ന ആമേൻ പരിധികളില്ലാതെ കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ ഹാലലൂയ ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുക. ആമേൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവശക്തി വ്യാപരിക്കുന്നത്. ആമേൻ ഹാലലൂയ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഹാലലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. ആമേൻ ഹാലലൂയ ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ നമ്മുടെ ദൈവം. ഹാലലൂയ ആമേൻ ഹാലലൂയ അവന്റെ അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ആമേൻ ഹാലലൂയ എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ആമേൻ ഇനി വൈകിയ വേളയിൽ വിശ്വസിച്ചാൽ ആമേൻ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹാലലൂയ മറ്റൊരുവൻ രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകെയുള്ളൊരു നാമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാ. ആമേൻ ഹാലലൂയ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാ. ആമേൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവകൃപ വ്യാപരിക്കുന്നത്. ആമേൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവശക്തി വ്യാപരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിന്റെ കരത്തിലേക്ക്. ആമേൻ ആമേൻ സമാധാനത്തിന്റെ പ്രഭുവാവൻ. ആമേൻ ഹാലലൂയ സമാധാനമല്ലാതായിരിക്കുന്ന ഏത് വിഷയങ്ങളുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്താൽ ആമേൻ സമാധാനമുള്ള വിഷയമാക്കി തരുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ആമേൻ ഹാലലൂയ നമ്മൾ പലപ്പോഴും ആമേൻ ഹാലലൂയ നമ്മുടെ വിഷയങ്ങളെയും പേറി നമ്മൾ മുൻപോട്ട് പോകുന്നവരായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഹാലലൂയ ആമേൻ ഹാലലൂയ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ പേറുന്നവരായിട്ടല്ല, നമ്മൾ ചുമക്കുന്നവരായിട്ടല്ല മാറേണ്ടത്. ആമേൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ അത് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആമേൻ ഹാലലൂയ അത് കർത്താവ് ഹാലലൂയ ഏറ്റെടുത്തുകൊള്ളും. പിന്നെ ഭാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ ഹാലലൂയ അവിടെയാണ് പത്രോസിന്റെ ആമേൻ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 5 അധ്യായം 7 വാക്യത്തിൽ കാണുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ തോളിലിട്ടുകൊള്ളുക. ആമേൻ ഹാലലൂയ പലപ്പോഴും നമ്മുടെ ഭാരങ്ങളെ നമ്മൾ പേറി മുൻപോട്ട് പോകുന്നവരാ. ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ ആമേൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ തോളിലിട്ടുകൊള്ളുക. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ തോളിൽ നമ്മുടെ ചിന്താകുലങ്ങളെ ഇട്ടുകൊടുത്താൽ ആമേൻ നമ്മുടെ വിഷയങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് അത് ഏറ്റെടുത്തുകൊള്ളും. ആമേൻ ഹാലലൂയ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹാലലൂയ ആമേൻ ലോകത്തിൽ നമുക്ക് ആമേൻ ഹാലലൂയ കഷ്ടങ്ങളുണ്ടെങ്കിൽ അനേക കഷ്ടങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യം വന്ന ദൈവകൃപ ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കും. ആമേൻ ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്ക് അത് ലഭിക്കത്തില്ല. ആമേൻ ഹാലലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോയാൽ ആമേൻ ഹാലലൂയ അവിടെ നിന്റെ കരം പിടിപ്പാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വരും. ആമേൻ പ്രതികൂലം എന്തുമായിക്കൊള്ളട്ടെ, പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, അവിടെ കർത്താവ് ഇറങ്ങി വരും. ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാറ്റി വരും. ആമേൻ നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ പ്രതികൂലങ്ങളെ കർത്താവിന്റെ കരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് അത് ആമേൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാറ്റി വരും. ആമേൻ ഹാലലൂയ യോഹന്നാന്റെ ലേഖനത്തിൽ ദൈവം അനേക വചനങ്ങളുണ്ട്. അവിടെ എല്ലാം ആമേൻ ഹാലിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹാലലൂയ ദൈവ സ്നേഹമാകുന്നു. ആമേൻ ഹാലലൂയ അതൊക്കെ നമുക്ക് അവിടെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് സ്നേഹം തരുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ഒറ്റ വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹാലലൂയ ഇന്ന് ആമേൻ
ആമേൻ ഹാലലുയ. ദൈവം എത്രയോ വിശ്വസ്തന. ആമേൻ ഹാലലുയ. നമ്മളെ അവൻ ആമേൻ വിശ്വസ്തൻ എണ്ണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകളും നമ്മൾ തിറപടിയായി ചെയ്തെടുക്കുമ്പോൾ ആമേൻ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ആമേൻ ഹാലലുയ. പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമെങ്കിൽ, ആമേൻ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമെങ്കിൽ, ആമേൻ ഹാലലുയ. കുടുംബത്തെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിച്ചാൽ അവൻ കൈവിടുകയില്ല. ആമേൻ ഹാലലുയ. ആമേൻ ആമേൻ. ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ആമേൻ വൈകിയ വേളയിൽ ആമേൻ ഹാലലുയ. ആമേൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേൻ അത് ലോകം തരുന്നത് പോലെയല്ല. ആമേൻ ഹാലലുയ. ലോകം തരുന്ന സമാധാനത്തിന് ആമേൻ പരിധികളുണ്ട്, ആമേൻ പരിമിതികളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ലോകം തരുന്ന പരിമിതികളുള്ള സമാധാനത്തിന്മേൽ സമാധാനം തരുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ ആമേൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ആ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹാലലുയ. ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം ആമേൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ആമേൻ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിന്റെ കരം വെളിപ്പെട്ട് വരട്ടെ. പ്രയാസങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ കരം വെളിപ്പെട്ട് വരട്ടെ. നീ ഏത് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നതല്ല കർത്താവ് ചോദിക്കുന്നത്. ആമേൻ ഹാലലുയ. നീ ഏത് പ്രതിസന്ധികളിൽ കടന്നു പോകുന്നതല്ല കർത്താവ് ചോദിക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ ഏത് പ്രതിസന്ധികളിൽ കടന്നു പോകുന്നുള്ളത് ആമേൻ കർത്താവിന് ആമേൻ നേരത്തെ അറിയാം. ആമേൻ ഹാലലുയ. അതറിഞ്ഞാണ് അവൻ പ്രവർത്തിക്കുന്നത്. ആമേൻ ഹാലലുയ. ആമേൻ ഹാലലുയ. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ആമേൻ ഹാലലുയ. ആമേൻ ഹാലലുയ. രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ ഹാലലുയ. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ പ്രഭുവ. ആമേൻ ഹാലലുയ. ഇന്ന് ലോകത്തിൽ അവകാശപ്പെടുവാൻ ഒരു വ്യക്തി ജീവിതത്തിന് കഴിയില്ല ഞാൻ സമാധാനത്തിന്റെ പ്രഭുവാണെന്ന്. ആമേൻ അങ്ങനെ അവകാശപ്പെടാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ഹാലലുയ. ആമേൻ ഹാലലുയ. ദൈവം നമുക്ക് സമീപസ്ഥനാ. ആമേൻ ഹാലലുയ. ദൈവത്തോട് അടുത്ത് ചെന്നാൽ എന്ത് ചെയ്യും? കർത്താവും നമ്മളോട് അടുത്ത് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ പലപ്പോഴും നമുക്ക് കർത്താവിനോട് അടുത്ത് ചെയ്യാൻ കഴിയാത്ത ആമേൻ ആമേൻ കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത ആമേൻ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് നെറ്റ് പറഞ്ഞ് ആമേൻ ഹാലലുയ. കർത്താവേ ആമേൻ അടിനോട് അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അരുളി ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതുപോലെ ജീവനുള്ളൊരു ദൈവം ആമേൻ വേറെ ഒരു ദൈവം ഇല്ല. ആമേൻ ഹാലലുയ. ഇന്ന് വൈകിയ വേളയിൽ ഹാലലുയ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ആമേൻ നമുക്ക് കിട്ടിയ അവസരങ്ങൾ എത്രയോ. ഹാലലുയ. ആമേൻ ഹാലലുയ. എത്രയോ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം എത്രയോ വലുതാ. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. ആമേൻ ഹാലലുയ. ആമേൻ അനേകർ സമാധാനമില്ലാതെ ആമേൻ ആത്മഹത്യ ചെയ്യുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ സന്തോഷമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്. ആമേൻ ഹാലലുയ. തലമുറകളുടെ ബന്ധത്തിൽ ആമേൻ ഹാലലുയ സമാധാനമില്ലാതെ അലയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ഏത് നിലയിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും ആമേൻ ഇന്ന് പകൽക്കാലം സമാധാനം തരുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ഹാലലുയ. രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ ഹാലലുയ. ദൈവം നമുക്ക് സമീപസ്ഥനാ. ആമേൻ ഹാലലുയ. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ആമേൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആമേൻ നമ്മൾ ഭാരപ്പെടുന്ന എന്ത് വിഷയങ്ങളുണ്ടായാലും അത് കർത്താവിനോട് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ആമേൻ ഹാലലുയ. നമ്മളൊരു സ്നേഹിതനെ പോലെ ആമേൻ നമ്മുടെ ഒരു ആമേൻ ഹാലലുയ ഒരു അപ്പനെ പോലെ ഒരു അമ്മയെ പോലെ ആമേൻ എപ്പോഴും നമ്മളോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ പല വ്യക്തി ജീവിതങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും പലതും. ആമേൻ എന്നാൽ നമ്മളോട് കൂടെ നടക്കുവാൻ ആമേൻ ഹാലലുയ നമ്മളോട് കൂടെ എപ്പോഴും ഇരിക്കുവാൻ ആമേൻ നമ്മൾ പോകുന്ന വഴിയിൽ യാത്ര ചെയ്യുവാൻ ആമേൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ ഇന്ന് ഹാലലുയ വൈകിയ വേളയിൽ ഞാൻ പറയട്ടെ, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ ഹാലലുയ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് വിട്ട് പഠിപ്പിക്കുമ്പോൾ ആമേൻ ഹാലലുയ നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. ആമേൻ എന്നാൽ അവിടെയൊക്കെയും ആമേൻ ഹാലലുയ ദൈവത്തോട് കൂടെ വസിക്കുന്നവരാണെങ്കിൽ ആമേൻ ഒരു ദൈവ സാന്നിധ്യം ആ കുഞ്ഞുങ്ങളോട് കൂടെ പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ നമ്മൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ ആമേൻ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ആമേൻ എത്ര വിദൂരെയാണെങ്കിലും ആമേൻ ഹാലലുയ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ നമ്മുടെ തലമുറകളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ആമേൻ അവനിൽ വിശ്വസിച്ചാൽ ആമേൻ ഹാലലുയ നിനക്ക് നിത്യജീവൻ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ ഈ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ആമേൻ ഹാലലുയ നിത്യജീവൻ തരുവാൻ കഴിവുള്ള ഒരു വ്യക്തിയും ഇന്ന് ലോകത്തിലില്ല. ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നിത്യജീവൻ തരാൻ കഴിയത്തുള്ളൂ. ആമേൻ ഹാലലുയ. ആമേൻ ഹാലലുയ. ഞാൻ നിങ്ങൾക്ക് ആമേൻ സമാധാനം തരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു നിത്യജീവൻ തരുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ആമേൻ ഹാലലുയ. ആമേൻ ഹാലലുയ. സകലതും നന്നായി ചെയ്യുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ നമുക്കൊക്കെ ചെയ്യാൻ കഴിയും പല കാര്യങ്ങളും. ആമേൻ ഹാലലുയ അത് ഫിനിഷിംഗ് പോയിന്റിൽ ആമേൻ ചെയ്യാൻ കഴിയും. എന്നാൽ എല്ലാ പൂർണ്ണത
പൂർണ്ണതയുള്ളതാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ. പലപ്പോഴും ആമേൻ പൂർണ്ണതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആമേൻ ഹാലി മനുഷ്യൻ പലതും ചെയ്യുമ്പോൾ ആമേൻ ഇന്ന് പകൽക്കാലം കർത്താവിൽ ആശ്രയിച്ചാൽ ആമേൻ നിന്നെ പൂർണ്ണതയുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. നിന്റെ വിഷയങ്ങൾക്ക് പൂർണ്ണതയുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ ഇന്ന് ആമേൻ ഹാലലിയ വൈകിയ വേളയിൽ ആമേൻ ഞാൻ പറയട്ടെ, നീ ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്, ഇന്ന് ആമേൻ കർത്താവിന്റെ കരത്തിൽ കൊടുത്താൽ ആ വിഷയത്തിന് മറുപടിയുമായി നിന്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ ഹാലി നീ ഏത് പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വൈകിയവേളയിൽ കർത്താവിന്റെ കരത്തിൽ കൊടുത്താൽ ആമേൻ കർത്താവ് അവിടെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ കർത്താവ് നിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, കുഞ്ഞെ നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഇതുപോലെ ചോദിക്കുന്ന ഒരു വ്യക്തി വേറെ ആരുണ്ടെന്ന് ആമേൻ നിങ്ങൾക്കത് പറയാൻ കഴിയുമോ പ്രിയരെ? ആമേൻ ഹാലലുയ ഇന്ന് വൈകുന്നേരം ഞാൻ പറയട്ടെ, ആമേൻ അങ്ങനെ പറയാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. ആമേൻ ഹാലലുയ യേശുവിൽ ആശ്രയിച്ചിട്ട് ആരും നിരാശരായി പോയിട്ടില്ല. ആമേൻ നിരാശയോടെ കടന്നു വന്നവരും ആമേൻ ആശയറ്റ് കടന്നു വന്നവരും ആമേൻ ഹാലലുയ അവരൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആശയോടെ ആമേൻ ഹാലലി മുൻപോട്ട് കടന്നുപോയത് യേശുവിൽ ആശ്രയിച്ചിട്ട് മാത്രമാ. ആമേൻ ഹാലലുയ പലപ്പോഴും ആമേൻ ഫലങ്ങൾ പല ആമേൻ ഹാലി സാഹചര്യങ്ങളും നമ്മൾ ആശ്രയിക്കും, അവിടെയൊന്നും നമുക്ക് സമാധാനം ലഭിക്കത്തില്ല. ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആമേൻ നമുക്ക് സമാധാനം തരുവാൻ ആമേൻ നമ്മളെ നിത്യതയിലേക്ക് നടത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. അവനിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ ഇന്ന് ആമേൻ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കേൾക്കുന്ന ഈ റോസ് ഫാമിലിയുടെ കേൾക്കുന്ന ആമേൻ ആരെങ്കിലും നിത്യജീവൻ അവകാശമാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാലലി നിത്യജീവൻ അവകാശമാക്കുവാൻ കർത്താവ് നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാൽ ആമേൻ ഹാലലി ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഈ ദൈവം നിന്നെ ആമേൻ അനാഥനായി വിടുന്ന ദൈവമല്ല. ആമേൻ ഹാൽ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ആമേൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ആമേൻ ഹാലലി നിത്യത വരെയും നമ്മളെ കരം പിടിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആമേൻ ഹാലലുയ ഈ ദൈവം മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആമേൻ അങ്ങേക്ക് ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആമേൻ ഇന്ന് ഏത് പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളിലൂടെ ഇന്ന് ആമേൻ ഈ വൈകിയ വേളയിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആമേൻ ഇന്ന് ആമേൻ ഹാലലി സമയം കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്ക്. ആമേൻ കർത്താവിന് നിനക്ക് നിത്യജീവൻ തരാൻ കഴിയും. ആമേൻ സമാധാനമില്ലാത്ത വിഷയത്തിന്മേൽ സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ ഹാലലി ഈ ദൈവത്തിൽ വിശ്വസിച്ചരാരും അസമാധാനരായി നിന്നിട്ട് പോയിട്ടില്ല. ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് സമാധാനം തരുവാൻ ആമേൻ നിത്യ സന്തോഷം തരുവാൻ ആമേൻ നിത്യത്തിലേക്ക് നിന്നെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആമേൻ ഈ കർത്താവിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ നിനക്കൊരു നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവം അവസരം തരികയാണ്. ആമേൻ ഹാലലി എന്ന പകൽക്കാലം ആമേൻ ഹാലലി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ആമേൻ ഹാലലി ലോകം തരുന്നത് പോലുള്ളൊരു സമാധാനമല്ല കർത്താവ് തരുന്നത്. ആമേൻ നിത്യ സമാധാനമാ കർത്താവ് തരുന്നത്. ആമേൻ നിത്യ സമാധാനം എന്ന് പറഞ്ഞാൽ ആമേൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആമേൻ ഹാലലി ദൈവം ആമേൻ ഹാലലി സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാ തരുന്നത്. ആമേൻ നമ്മുടെ ഹൃദയത്തിലാണ് തരുന്നത്. ആമേൻ അത് ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം തരുന്ന സമാധാനം ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയത്തില്ല. ആമേൻ ഹാലലുയ ഇന്ന് പകൽക്കാലം നീ സമാധാനമില്ലാതെ മുൻപോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ആമേൻ ഹാലലുയ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്ക്. കർത്താവ് നിന്റെ കൂടെ സമീപസ്ഥനായുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് ആമേൻ ഹാലലി കർത്താവിനോട് പറഞ്ഞാൽ ആമേൻ അവൻ അത്ഭുത മന്ത്രി വീരനാ ദൈവം സമാധാനത്തിന്റെ പ്രഭു നിത്യപിതാവ് ആമേൻ ഹാലലുയ ആ സമാധാനത്തിന്റെ പ്രഭു നിന്റെ അടുക്കൽ കടന്നു വന്ന് പറയും, ആമേൻ നീ സമാധാനമില്ലാതായിരിക്കുന്ന ഈ വിഷയത്തിന്മേൽ ഞാൻ നിനക്ക് സമാധാനം തരുവാൻ കഴിവുള്ള ദൈവമാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ച് ആരും നിരാശരായി പോയിട്ടില്ല. ആമേൻ ഈ ദിവസങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ കർത്താവ് നിന്നെ മാനിപ്പാൻ തക്കവണ്ണം ശക്തനായി തീരും. ആമേൻ ഹാലലുയ ഇന്ന് പകൽക്കാലം ഹാലലുയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ കർത്താവിന്റെ സന്നിധി സമാധാനത്തിന് വേണ്ടി യാചിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറപ്പാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ആമേൻ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള മാനപാത്രങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതിയുണ്ട് നമ്മളെ കൊണ്ട്. ആമേൻ ഹാലലുയ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയുള്ള കരം അവിടെ നിന്ന് വെളിപ്പെട്ട് വരട്ടെ. ആമേൻ ഹാലലുയ ഇത്രത്തോളം സമയം ആമേൻ ഹാലലുയ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ആമേൻ ഹാലലുയ ദൈവജന സൂക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് അവസരം ഒരുക്കി തന്ന ആമേൻ ആമേൻ റോസ് ഫാമിലി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, ആ ഗ്രൂപ്പിനെ ഏറ്റവും വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ.